ഇല്ലാത്ത പല്ല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻ്റൽ ഇംപ്ലാൻസ് ഒരു ഓപ്ഷനാണെന്ന് ഡോക്ടർ പറയുന്ന ആ സെക്കൻഡ് തൊട്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്നൊരു ചോദ്യമാണ്, ഇത് എത്ര കാലം എൻ്റെ വായിൽ നിൽക്കും എന്നുള്ളത്. എൻ്റെ പേര് ഡോക്ടർ ബിന്ദിയ ബൽറാം. ഈ 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 200ഓളം ഇംപ്ലാൻസ് ഇട്ട ഒരു ടീമിലെ ഒരു ഭാഗമായതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു 5 ടിപ്പ് തരാം, എങ്ങനെ നിങ്ങളെ ഡെൻ്റൽ ഇംപ്ലാൻസിൻ്റെ സർവൈവൽ റേറ്റ് കൂട്ടാം എന്നുള്ളത്. അതിൽ ആദ്യത്തെ ടിപ്പ്, നിങ്ങളുടെ റെഗുലർ ഡെൻ്റൽ വിസിറ്റ്സ്, അതായത് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്സ് നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു പാകപ്പിഴ എവിടെയെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 6 മന്ത്സിൽ ഒരിക്കൽ ഡെൻറ്റിസ്റ്റിനെ നിർബന്ധമായിട്ടും പോയിട്ട് കാണും. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ബ്രഷിങ്, ഫ്ലോസിങ്, അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷസ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഡയബറ്റിസ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഡയബറ്റിസ് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അതൊരു കുറ്റമല്ല, പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ അത് കൺട്രോൾഡ് ആക്കി വെക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഡയബറ്റിസും അതേപോലെ തന്നെ നിങ്ങളെ ഗംസിൻ്റെ ഹെൽത്തും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ ഗം ഡിസീസ് കൂടും. അതേപോലെ തന്നെ ഗം ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുവാണെങ്കിൽ നിങ്ങളെ ഷുഗർ ലെവലും കുറയും. അങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ പോകുന്നത്. സോ ഡെൻ്റൽ ഇംപ്ലാൻസിൻ്റെ സർവൈവൽ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡയബറ്റിസ് കൺട്രോൾഡ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്താൽ നല്ലത്. ക്വിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. കാരണം ഒന്നൊന്ന് കൺട്രോൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. കാരണം സ്മോക്കിംഗ് എന്ന് പറയുമ്പം സിഗേഴ്സാണ്, അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ കണ്ടൻറ്റ് ഉണ്ട്. നിക്കോട്ടിൻ കണ്ടൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത്, അതായത് ഗംസിൻ്റെ അകത്തൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്കുള്ള ബ്ലഡ് ഫ്ലോനെ കുറയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കൊക്കെ ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക്, പക്ഷേ അവർക്ക് ഒരു ബ്ലീഡിങ് പോലും കാണാൻ പറ്റില്ല. കാരണം എന്താ, അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കുറവാണ്. ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, എല്ല് ദ്രവിക്കാൻ തുടങ്ങും. എല്ല് ദ്രവിക്കാൻ തുടങ്ങുന്നത് നിങ്ങളെ ഡെൻ്റൽ ഇംപ്ലാൻസിൻ്റെ ചുറ്റുമുള്ള എല്ലും ദ്രവിക്കും. അപ്പം ഫെയിലിയർ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഡെൻ്റൽ ഇംപ്ലാൻസ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മൗത്ത്, അതായത് എല്ലാ ഭാഗങ്ങളും ഈക്വലി റെസ്റ്റോർഡ് ആണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതായത് ഒരു ഭാഗത്ത് പല്ല് വെച്ചു, ഓക്കെ, ഇംപ്ലാൻസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, ഒരു സൈഡ് നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്തു, മറ്റേ ഭാഗത്ത് പല്ലില്ല, പോയില്ലേ. കാരണം എന്താ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് മുഴുവൻ ഈ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ ചവച്ചുകൊണ്ടിരിക്കും, ഈ വശം വെച്ചിട്ട് പോവില്ല. അപ്പോൾ യൂണിഫങ്ഷണലായിട്ട് ഈ ഒരു ഭാഗം മാത്രം യൂസ് ചെയ്യുമ്പം അവിടെ തേയ്മാനം കൂടും, ഇംപ്ലാന്റിൻ്റെ ഫെയിലിയർ റേറ്റും കൂടും. നേരെ മറിച്ച് ഈ ഭാഗത്തും കൂടി ഒന്ന് റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫങ്ഷണൽ ലോഡ് ഈക്വലി ബാലൻസ്ഡ് ആകും. അപ്പം നിങ്ങൾ ഇംപ്ലാൻസിൻ്റെ ലോങ്ങിവിറ്റിയും കൂടും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡെൻറ്റിസ്റ്റിനെ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം. അതുവരെ ഷെയർ എ സ്മൈൽ.